വിദ്വേഷ പരാമർശ കേസിൽ പി.സി. ജോർജിനെ ഇന്ന് അറസ്റ്റ് ചെയ്യും. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ പി.സി. ജോർജ് നേരിട്ട് ഹാജരാകും. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാകും അറസ്റ്റ് രേഖപ്പെടുത്തുക. അതേസമയം സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകില്ലെന്ന് മകൻ ഷോൺ ജോർജ് അറിയിച്ചിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശുണ്ട്. ഗോകുൽ, കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങിയിരുന്നു. പക്ഷേ പി.സി. സാവകാശം ചോദിച്ചു. അങ്ങനെയാണ് നീണ്ടത്. പി.സി. എപ്പോഴായിരിക്കും ഹാജരാവുക? ബി.ജെ.പി. നേതാക്കൾക്കൊപ്പമാവുമോ പി.സി. എത്തുക? സേതു 10 മണിയോട് കൂടിയിട്ട് ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകാനാണ് നിലവിൽ പി.സി. ജോർജ് തീരുമാനമെടുത്തിരിക്കുന്നത്. അദ്ദേഹം നിലവിലിപ്പോൾ വീട്ടിലില്ല. ഇവിടേക്ക് എത്തിയിട്ടായിരിക്കും ഒരു പക്ഷേ സ്റ്റേഷനിലേക്ക് പോകുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും 10 മണിയോടുകൂടി സ്റ്റേഷനിൽ ഹാജരായി കഴിഞ്ഞാൽ അതിനുശേഷം അദ്ദേഹത്തെ വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ടാവും. അതിനുശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാവുകയെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പുതിയ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇത്തരത്തിലുള്ള കേസുകൾക്ക് അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിരിക്കണം എന്നുള്ളൊരു നടപടിക്രമമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അത്തരത്തിൽ അറസ്റ്റ് അല്പം കൂടി അല്ലെങ്കിൽ വൈകാനായിട്ട് കാരണമാകുന്നത്. ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം മാത്രമേ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ പി.സി. ജോർജ് ഇവിടെ വരുന്ന മുറയ്ക്ക് അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് അനുഗമിക്കുന്നതിന് വേണ്ടി ബി.ജെ.പി. നേതാക്കളും ബി.ജെ.പി. പ്രവർത്തകരും ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ള കാര്യത്തിലും സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. പ്രവർത്തകരോട് പി.സി. ജോർജിൻ്റെ വീട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ബി.ജെ.പി. ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ബി.ജെ.പിയുടെ കോട്ടയം ഈസ്റ്റ് വെസ്റ്റ് ജില്ലാ അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലായിരിക്കും പ്രവർത്തകർ മാർച്ച് രൂപേണ തന്നെ സ്റ്റേഷനിലേക്ക് പി.സി. ജോർജിനെ അനുഗമിക്കുന്നുണ്ടാവുക. എന്തായാലും ഇന്ന് അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിനുശേഷം മെഡിക്കൽ നടപടികൾ പൂർത്തീകരിക്കും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം റിമാൻഡിലാകാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ നമ്മളോട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു എന്ന വാർത്ത ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നെന്തായാലും സുപ്രീം കോടതിയിൽ അപ്പീൽ പോകില്ല എന്ന് ഷോൺ ജോർജ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ കേസിൻ്റെ വ്യാപ്തി പരിശോധിച്ചതിന് ശേഷം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ചില കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രൂക്ഷമായ ഭാഷയിൽ ചില വിമർശനങ്ങളൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പി.സി. ജോർജിനെതിരായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റുകളെയൊക്കെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മേൽക്കോടതികളുടെ ഭാഗത്ത് ഡിവിഷൻ ബെഞ്ചിൻ്റെ അടക്കം ഭാഗത്തു നിന്നും സ്വീകരിക്കാൻ സാധിക്കുമെങ്കിൽ ആ നിലയ്ക്കുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പി.സി. ജോർജിൻ്റെ അറസ്റ്റ് വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതും പ്രതിഷേധങ്ങൾക്ക് കാരണമാകും. മുസ്ലിം സംഘടനകൾ SDPI, മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നീക്കവും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ഓക്കെ ഗോകുൽ.